പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണം രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ സമൂല മാറ്റമുണ്ടാക്കിയെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. കഴിഞ്ഞ 10 വർഷത്തിനിടെ ആരോഗ്യരംഗവും ആരോഗ്യ വിദ്യാഭ്യാസ രംഗവും പുരോഗതിയിൽ എന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ശ്രീ ഉത്രാടം തിരുനാൾ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 14ാം ബിരുദദാന ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ശ്രീ ഉത്രാടം തിരുനാൾ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിന്റെ 14ാം ബാച്ച് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്താണ് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ആരോഗ്യമേഖലയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞത്. രാജ്യത്തെ ആരോഗ്യരംഗം അനുദിനം വളരുന്നു. മെഡിക്കൽ ടൂറിസത്തിന്റെ കേന്ദ്രമായി രാജ്യം മാറിയെന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി. മികച്ച ആരോഗ്യ സേവനങ്ങളാണ് രാജ്യത്തുള്ളത്. പ്രധാനമന്ത്രി രാജ്യത്തെ ആരോഗ്യ വിദ്യാഭ്യാസത്തിനും ആരോഗ്യരംഗത്തിനും നൽകുന്നത് പ്രഥമ പരിഗണനയെന്നും കഴിഞ്ഞ 10 വർഷത്തിനിടെ മെഡിക്കൽ രംഗം മികച്ച രീതിയിൽ വളർന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാധാരണക്കാരുടെ ആരോഗ്യത്തിന് പ്രധാനമന്ത്രി നൽകിയ പരിഗണനയാണ് വിവിധ ക്ഷേമ പദ്ധതികളെന്നും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ വ്യക്തമാക്കി. Not only is not giving education, his contribution in the society also appreciable. Before 2014, only 387 medical colleges were in our country. Within these 10 years, under the dynamic leader of our Prime Minister Shri Narendra Modi ji, within these 10 years, 776 medical colleges are there in our country. Almost last year itself, 75,000 medical seats increased throughout the country for the next 5 years. So the doctors needs, the medical professions needs, our medical infrastructure, every district has to be need one medical college. For that target, our government is working for that. You are all aware, All India Institute of Medical Sciences. ശ്രീ ഉത്രാടം തിരുനാൾ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിന്റെ 14ാം ബാച്ചിന്റെ ബിരുദദാനം അദ്ദേഹം നിർവഹിച്ചു. ബിരുദധാരികളെ അനുമോദിക്കുന്നതോടൊപ്പം കുടുംബങ്ങളെയും അനുമോദിച്ചു. തലസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഖോബ്രഗഡെ വിശിഷ്ട അതിഥിയായി. SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് ചെയർമാൻ ഡോക്ടർ AC ഷൺമുഖം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനം, തിരുവനന്തപുരം.